ഹലോ, എൻ്റെ പേര് ഹനാന ഫാത്തിമ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. എനിക്ക് CUETക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് IHRDയിലായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തത് 4 സബ്ജക്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് ആൻഡ് 3 ഡൊമൈൻസ് വിച്ച് വേർ പൊളിറ്റിക്സ്, ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നത് ജൂലൈ 15 ആഫ്റ്റർനൂൺ സെഷൻ ആയിട്ടും ജൂലൈ 19 ഫോർനൂൺ സെഷൻ ആയിട്ടുണ്ടായിരുന്നു. And coming to the test, I can say that nobody has to worry about that. The exams were quite manageable and no need to get panic. And ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് Prepwise strategy classes and value added notes. അത് Prepwiseലെ തന്നെ വാൻ ആയിരുന്നു ആൻഡ് മോക്ക് ടെസ്റ്റ്. സ്ട്രാറ്റജി ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് എന്ന് മനസ്സിലായി തുടങ്ങിയത്. ആൻഡ് വാൻ വാസ് ഓൾസോ യൂസ്ഡ്. വാൻ ആണ് എനിക്ക് ഏറ്റവും സിനോപ്സിസ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടിയിരുന്നത് ഞാൻ വാൻ ഉപയോഗിക്കുമ്പോഴായിരുന്നു. ആൻഡ് കമ്മിങ് ടു ദ ടെസ്റ്റ്, ഇംഗ്ലീഷിന് വെച്ച് നോക്കുന്ന സമയത്ത് ടൈം വാസ് ഇനഫ്. ദർ വാസ് ഇനഫ് ടൈം. ആൻഡ് എനിക്ക് ഇംഗ്ലീഷിന് വന്നിട്ടുണ്ടായിരുന്നത് 2 പാസേജസ് ആണ്. 2 പാസേജസിൽ നിന്നും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാസേജസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് Prepwiseന്റെ തന്നെ സ്ട്രാറ്റജി ക്ലാസ്സസ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടതിന് ശേഷമാണ് എനിക്ക് പാസേജസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. ആൻഡ് ഇംഗ്ലീഷിൽ എന്നോട് ആന്റണിംസ്, സിനോണിംസ്, മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാക്കി ആന്റണിംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത വാക്കുകളെല്ലാം വളരെ റെയർ ആയിട്ട് 1 or 2 മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ടേംസ് ആയിരുന്നു ആന്റണിംസ് ആൻഡ് സിനോണിംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് സൈലോജിസം ആൻഡ് ഡയഗ്രാം പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റൈറ്റ്, സ്പെല്ലിംഗ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസ് ലൈക്ക് സിമിലി, അലിട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, ഓക്സിമോറൻ എക്സെട്ര. ആൻഡ് ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. പിന്നെ ഡൊമൈനിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ 3ലും മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ആൻഡ് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഹിസ്റ്ററിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ഫസ്റ്റ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് എനിക്ക് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചമ്പാരൻ മൂവ്മെന്റ്, അഹമ്മദാബാദ്, അങ്ങനത്തെ മൂവ്മെന്റ് അറേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജിയുടെ 1 year മൊത്തം ഇന്ത്യ ട്രാവൽ ചെയ്യാൻ പറഞ്ഞത് ആരാണ്, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി അറ്റൻഡ് ചെയ്യാത്തത് ഏതായിരുന്നു എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ടീഷന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് ആരായിരുന്നു. ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അശോകയുടെ മറ്റൊരു നെയിമിൽ അതിനെ കുറിച്ച് ക്വസ്റ്റ്യനും ദേവരായ, പിന്നെ ഏകലവ്യ, നിഷാദ ട്രൈബ്, അങ്ങനെ അതിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും അത് വൈ ഇറ്റ് ഇസ് കോൾഡ് എനിഗ്മാറ്റിക്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് ബീഗം ഓഫ് ഭോപ്പാൽ ആൻഡ് സാഞ്ചി സ്തൂപ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഹു ഇൻട്രൊഡ്യൂസ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആയിരുന്നു. പിന്നെ നവാബ് ഓഫ് അവാർഡും അവർക്ക് പീപ്പിൾസിന്റെ സപ്പോർട്ടിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ വാസ് ഏത് മൂവ്മെന്റ് ആണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ വിമൻസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടുള്ള, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജി ഓഫ് ഹാരപ്പൻസ് ആൻഡ് രാജ്മഹൽ ഹിൽസിലെ കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള, അത് ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ പൊളിറ്റിക്സ്, ഇതിലും ക്രൊണോളജിക്കലി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നതും അതിൽ തന്നെയാണ്. ഇതിലും മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പും വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഓർമ്മ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു ക്യാൻ കോൾ ഫോർ ആൻ എമർജൻസി ഇൻ ഇന്ത്യ, ആൻഡ് ഹു വാസ് ദ പ്രസിഡന്റ് ഡ്യൂറിങ് എമർജൻസി, ആൻഡ് UNOയുടെ പ്രസിഡൻസിനെ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പിന്നെ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഫ്രം വിച്ച് പ്ലേസ് ടു വിച്ച് പ്ലേസ്. ഇതാണ് പൊളിറ്റിക്സിൽ ഞാൻ ഓർത്തിരുന്ന ക്വസ്റ്റ്യൻസ്. ജോഗ്രഫിയിൽ വരുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന റൂർ കോൾഫീൽഡ്, ജർമ്മനിയിൽ നിന്നിട്ടുള്ള റൂർ കോൾഫീൽഡിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി, മൈഗ്രേഷൻ, ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് റേറ്റ്,
ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ എക്സെട്ര അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് പാസേജ് തന്നിട്ട് അതിന്റെ ഡേറ്റയും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. ആൻഡ് ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോഗ്രഫിയിൽ നിന്നും സ്പേഷ്യൽ അനാലിസിസ് അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ട് അതിന് അങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് അത് ക്വസ്റ്റ്യൻ വാസ് ഇന്ത്യസ് പൊസിഷൻ ആൻഡ് കോട്ടൺ പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് സിയൂസ് കനാൽ പോലത്തെ കനാലിന്റെ റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ബിഗ് ബോയ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജോഗ്രഫിയിലും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും യൂസ് ചെയ്തത് വാൻ തന്നെയാണെന്ന് തീർത്തും പറയാം. കാരണം വാൻ യൂസ് ചെയ്ത സമയത്താണ് നമുക്ക് സിനോപ്സിസ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ഞാൻ വാല്യൂ ആഡഡ് നോട്ട്സ് ഉപയോഗിച്ചപ്പോഴാണ്. ആൻഡ് മോക്ക് ടെസ്റ്റ് വാസ് ഓൾസോ വെരി യൂസ്ഫുൾ ബിക്കോസ് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നത് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എക്സാമിന്റെ തലേ ദിവസം വരെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് കമ്മിങ് ടു Prepwise മെന്റർഷിപ്പ്, ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ് ബിക്കോസ് അവർ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോയുന്നത് എന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡൗൺ ആയിരുന്ന സമയത്ത് പോലും ഇവരുടെ മെന്റർഷിപ്പ് കാരണം നമുക്ക് കീപ്പ് ഓൺ ഇതിൽ ട്രാക്കിൽ നിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്ന സമയത്ത് പോലും മെന്റർ വന്ന് നമ്മളോട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മോട്ടിവേറ്റഡ് ആയിരുന്നു. ആൻഡ് ദേ ഹെൽപ് us ഇഫ് എനി ഡൗട്ട് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇവരെ തന്നെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാനും. ആൻഡ് എനി ടൈം അങ്ങനെ ഇങ്ങനെ സമയത്ത് വിളിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീലി വി ക്യാൻ കോൺടാക്ട് വിത്ത് ദം. അത് തന്നെയായിരുന്നു നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ തന്നെ. മോക്ക് ടെസ്റ്റ് വാസ് ഓൾസോ എ ഗ്രേറ്റ് തിങ് ബിക്കോസ് എക്സാമിന്റെ തലേന്ന് പോലും നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ് മീ എ ലോട്ട്.